കയ്യിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി ആ കഥ അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. അക്രൂര പ്രീണനം, അതായത് അക്രൂരന്റെ വീട്ടിൽ ചെന്ന് അക്രൂരനെ സന്തോഷിപ്പിക്കുന്നു. ഒപ്പം മഹാഭാരത കഥയുടെ ഒരു ചെറിയ ഒരു ഭാഗവും കൂടെ ഇവിടെ, കഥയുടെ അല്ല, ഭഗവാൻ അവിടെ ഇടപെട്ടതിന്റെ ഒരു ചെറിയൊരു ഭാഗവും കൂടെ പറയാണ്. 5-ാമത്തെ ശ്ലോകം വസന്ത തിലകം വൃത്തത്തിലാണ്. അക്രൂര മന്ദിരം ഇതഃ അധ അക്രൂര മന്ദിരമിതോ അധ ബല ഉദ്ധവാഭ്യാം അഭ്യർച്ചിതഃ ബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതഃ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിന ആഗത പാണ്ഡവേയ വൃത്തം വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്ര ചേഷ്ടാം. അധ അനന്തരം, പിന്നീട് ഒരിക്കൽ, ബല ഉദ്ധവാഭ്യാം ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂര മന്ദിരം ഇതഃ അക്രൂരന്റെ ഭവനത്തിലേക്ക് അങ്ങ് എഴുന്നള്ളുകയുണ്ടായി. മുദിതേന തേന അത്യന്തം സന്തുഷ്ടനായ ആ അക്രൂരനാൽ അഭ്യർച്ചിതഃ അങ്ങ് വേണ്ടവിധം സത്കരിക്കപ്പെട്ടു. ബഹുനുതഃ ച വളരെയധികം സ്തുതിക്കപ്പെടുകയും ചെയ്തു. ഏനം ഈ അക്രൂരനെ വിസൃജ്യ പറഞ്ഞയച്ചിട്ട്, വിവരങ്ങൾ അറിയാൻ പറഞ്ഞയച്ചു ഇവിടെ ഹസ്തിനാപുരിയിലേക്ക്. അവിടെ വിപിന ആഗത കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ, അതായത് പാണ്ഡുവും കുന്തിയും മാദ്രിയും കൂടെ കാട്ടിൽ പോയിരുന്ന കാര്യമൊക്കെ മഹാഭാരത കഥയിൽ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് പാണ്ഡു മരണമടഞ്ഞു, മാദ്രിയും അതിൽ സതി അനുഷ്ഠിച്ചു, ആ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. അതിനുശേഷം കുന്തിയും ആ 5 മക്കളും തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് വന്ന വിവരമൊക്കെ ഭഗവാൻ അറിഞ്ഞിരുന്നു. ഭഗവാന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയാണ് കുന്തി. ഈ കുന്തിദേവിയെ ഈ ശൂരസേനൻ പിന്നീട് കുന്തി ഭോജന് വളർത്താൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കുന്തി ഭോജന്റെ മകളായിട്ട് കുന്തി വളർന്നത്. അപ്പൊ വസുദേവരുടെ സഹോദരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ പെങ്ങളായിട്ടുള്ള കുന്തിയുടെയും മക്കളുടെയും വിവരമറിയാൻ, അതാണ് വിപിന ആഗത പാണ്ഡവേയ കാട്ടിൽ നിന്നും തിരിച്ചു വന്ന ആ പാണ്ഡുപുത്രന്മാരുടെ വൃത്തം, അവരുടെ വിശേഷങ്ങൾ വിവേദിത മനസ്സിലാക്കി. തഥാ അതുപോലെ തന്നെ ധൃതരാഷ്ട്ര ചേഷ്ടാം ധൃതരാഷ്ട്രം എങ്ങനെയൊക്കെയാണ് ഇവരോട്, ഈ പാണ്ഡവന്മാരോട് പെരുമാറുന്നതെന്നും മനസ്സിലാക്കി എന്ന് പറയുന്നു. അപ്പോൾ അക്രൂരൻ ഇവരെ കൂട്ടിക്കൊണ്ട് മധുരയിലെത്തിയ അന്ന് തന്നെ തന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അക്രൂരന്റെ വീട്ടിൽ പോയില്ല. അന്ന് പറഞ്ഞിരുന്നു, എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന്, അതായത് ഈ പറയുന്ന ഈ സമയത്ത് അക്രൂരന്റെ വീട്ടിലേക്ക് ഉദ്ധവരോടും ബലരാമനോടും കൂടെ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. സ്വാഭാവികമായും ഭഗവാന്റെ ആ ഒരു വരവ് എന്ന് പറയുന്നത് അക്രൂരനെ സംബന്ധിച്ച്, അക്രൂരനെ പോലൊരു ഭക്തനെ സംബന്ധിച്ച്
അത്യാഹ്ലാദം തരുന്ന ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ അത്രയുമധികം ഭഗവാനെയൊക്കെ സത്കരിക്കുകയും പൂജിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആ വേളയിൽ ഹസ്തിനാപുരിയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭഗവാൻ കുറച്ച് തന്റെ വിഷമം, അവിടെ നടക്കുന്നതിൽ തനിക്ക് ചില ആശങ്കകൾ ഉണ്ട് എന്ന് അക്രൂരനോട് പറയുകയും അതൊന്ന് നേരിൽ പോയി കണ്ട് ബോധ്യപ്പെട്ട് തന്നെ വന്നറിയിക്കാനും പറഞ്ഞു. അങ്ങനെയാണ് അക്രൂരൻ ഹസ്തിനാപുരിയിൽ എത്തിയത്. അവിടെ നേരിട്ട് കുന്തിയെയും ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും പാണ്ഡുപുത്രന്മാരെയൊക്കെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞു. അവിടെ നിന്ന് തന്നെ അക്രൂരൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ധൃതരാഷ്ട്രർ തന്റെ മക്കളെ വേറെയായിട്ടും പാണ്ഡുവിന്റെ മക്കളെ വേറെയായിട്ടും കാണുന്നുണ്ട്. ഭീഷ്മരും വിതുരരും ഒക്കെ ഉള്ളതാണ് ഒരു സഹായം അക്രൂരന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ ആ ഒരു അവസ്ഥയൊക്കെ തിരിച്ചു വന്നിട്ട് ഭഗവാനെ അറിയിച്ചു. അപ്പൊ ഭഗവാൻ ഇത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദൗത്യം അക്രൂരന് ഭഗവാൻ കൊടുത്തു. അങ്ങനെ അക്രൂരൻ ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 5. അക്രൂരമന്ദിരമിതോധബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ പിതൃജനങ്ങളെയും ഗുരുജനങ്ങളെയും കുടുംബദേവത, പരദേവത, ഗ്രാമദേവത, മറ്റ് ദിവ്യശക്തികളെയൊക്കെ സ്മരിക്കണം. അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് വേണം എപ്പോഴും. ദശകം 77 5-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ കുബ്ജിക്ക് കൊടുത്ത അനുഗ്രഹമൊക്കെ നമ്മൾ കണ്ടു. അതൊരു ലീല. ഇനി വരാൻ പോകുന്നത് മറ്റൊന്നാണ്. അതായത് ഭഗവാനെ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് എത്തിച്ചത് അക്രൂരനാണ്. ആ സമയത്ത് അക്രൂരൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത്രേ, തൻ്റെ ഭവനത്തിലേക്കും ഒരു ദിവസം അവിടുന്ന് എഴുന്നള്ളണം എന്ന്. അന്ന് ഭഗവാൻ പറഞ്ഞു ആവാ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞ് അത് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ ഭഗവാൻ അക്രൂരൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണാവതാരത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ് ഉദ്ധവരും അക്രൂരരും. പരമഭക്തന്മാരും അതുപോലെ പരമസേവകരുമായിരുന്നു ഇവർ രണ്ടുപേരും ഭഗവാന്റെ. അങ്ങനെ അക്രൂരൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് ബലരാമൂർത്തിയുണ്ട്, ഉദ്ധവരുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് അക്രൂരൻ്റെ ഭക്തിയെപ്പറ്റി പറയുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് ഒരുപാട് തന്നെ നാരായണീയത്തിൽ 72-ാം ദശകത്തിൽ പറഞ്ഞു ഏവം ഭക്തിതരള വിരള പരാത്മൻ എന്ന്. ഇത്തരം ഭക്തി ലോകത്തിൽ വളരെ വളരെ അപൂർവമാണെന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതായ ആ പരമഭക്തൻ്റെ ഭവനത്തിലേക്കാണ് ഭഗവാൻ തന്നെയല്ല വന്നത്. ഇവിടെ കുബ്ജിയെ കാണാൻ പോണ സമയത്ത് ഏട്ടനെ കൊണ്ടുപോയില്ല. ഇവിടെ പരമഭക്തനായിരിക്കുന്ന അക്രൂരൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഏട്ടനെ കൊണ്ടുപോകുന്നു. വീണ്ടും സൂചിപ്പിക്കുകയാണ്, എല്ലായിടത്തേക്കും എല്ലായ്പ്പോഴും എല്ലാവരെയും കൊണ്ടുപോകരുത്, വേണ്ടവരെ മാത്രമേ കൊണ്ടുപോകുവാൻ പാടുള്ളൂ എന്നുള്ളൊരു തത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വളരെയധികം വകതിരിവുണ്ടാവണം ഓരോ സന്ദർഭത്തിലും നമ്മുടെ പ്രവൃത്തികളിൽ. അപ്പോൾ ബലരാമനെയും കൂടെ കൂട്ടി ഉദ്ധവരെയും കൂടെ കൂട്ടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അക്രൂരൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നതായ ഭഗവാനെയും വേണ്ട പോലെ പൂജിച്ചു, ബലരാമൂർത്തിയും വേണ്ട പോലെ പൂജിച്ചു. അതുപോലെ ഭക്ത്യാദരങ്ങളോട് കൂടിയിട്ട് തന്നെ ഉദ്ധവരെയും അക്രൂരൻ സ്വീകരിച്ചു. അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഭഗവാനെ അവിടെ കൂടി നല്ലൊരു സ്തുതിയൊക്കെ ഉണ്ട് അത്രേ. ഭഗവാനെ നല്ലോണം സ്തുതിക്കുന്നുണ്ട് അവിടെ അക്രൂരർ. കാരണം തൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ, നമ്മുടെ ഭവനത്തിലേക്ക് ഭഗവാൻ വരികയാണെങ്കിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ മന്ത്രിമാർ വരുമ്പോഴൊക്കെ തന്നെ എന്താ ഒരു ഘോഷമല്ലേ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്,
ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഗുരുവായൂർ പോയിട്ട് ശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ള സമയത്ത് നമുക്ക് മനസ്സിലാവണം, സർവ്വലോക നാഥനായിരിക്കുന്ന ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഒന്ന് വേറെയാണ്. ആനപ്പുറത്തേക്ക് കയറുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു. അപ്പോൾ എത്രയ്ക്കും നമുക്ക് ഉള്ളിൽ ആനന്ദം ഉണ്ടാവണം. ഗുരുവായൂരപ്പനെ കാണുമ്പോഴായാലും, ഗുരുവായൂരപ്പനെ സ്മരിക്കുമ്പോഴായാലും, ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ജപിക്കുമ്പോഴായാലും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉറ്റ സുഹൃത്ത്, നമ്മുടെ ഏറ്റവും വലിയ രക്ഷകനാണ് ആ ഭഗവാൻ. അത് അക്രൂരനും അറിയാം, നമ്മളും അറിയേണ്ടതാണത്. അതുകൊണ്ട് ഭഗവാൻ നല്ലപോലെ സ്വീകരിച്ച് പൂജിച്ചു. അത് കഴിഞ്ഞ് അക്രൂരനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി ചെയ്യണം അക്രൂര. കാരണം ഹസ്തിനപുരത്തിൽ പോകണം. അവിടെ പോയിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു വന്നതായ പാണ്ഡവന്മാരുടെ കഥ എന്താണെന്നൊന്ന് അറിയണം. അവിടെ പോയിട്ട് നോക്കണം. ആ വനത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതായ പാണ്ഡവന്മാരുടെ അവസ്ഥകൾ, ആ ദുഷ്ടന്മാരായ ദുര്യോധനാദികൾക്ക് വശംവദനായിട്ട് പ്രവർത്തിക്കുന്ന ധൃതരാഷ്ട്രരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്. തൻ്റെ അച്ഛമ്പങ്ങളാണ്, കുന്തി ബന്ധുവാണ്, അവരുടെ അനുഭവങ്ങളൊന്നും അറിയണം. അതുമാത്രമല്ല അക്രൂര, അവിടെ പോയിട്ട് ധൃതരാഷ്ട്രരോടൊന്ന് ഉപദേശിക്കണം. ഒരു രാജാവ് എന്ന നിലയ്ക്ക് പ്രജകളോട് തുല്യമായ സമീപനമാണ് വേണ്ടത്. അവിടെ ചിറ്റമ്മ നയമൊന്നും പാടില്ല. അനിയൻ്റെ മക്കളാണ് പാണ്ഡവർ, തൻ്റെ മക്കളാണ് കൗരവർ. രണ്ടുപേരും തുല്യമായിട്ട് കണക്കാക്കേണ്ടതാണ്. പ്രജകളോട് തുല്യത വേണം ഭരണാധികാരിക്ക്. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുത് എന്ന തരത്തിലുള്ളതായ ചില ഉപദേശങ്ങൾ ധൃതരാഷ്ട്രർക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞയച്ച അക്രൂരൻ പറയണത്, അവിടെ പോയിട്ട് ധൃതരാഷ്ട്രരോട് വളരെ നല്ല ചില ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത്രേ. അതൊക്കെ കേട്ടിട്ട് ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്. ഒരു വ്യാഖ്യാതാവിൻ്റെയാണത്. അക്രൂരൻ പറഞ്ഞതൊക്കെ വളരെ വളരെ ശരിയാണ്. പക്ഷേ എനിക്ക് ദുര്യോധനുള്ളതായ അമിത മമതാബന്ധം കൊണ്ട് ഇതൊന്നും നടപ്പാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അവിടെയും ഈശ്വരീച്ഛയുടെ ഒരു ചെറിയ അംശം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ അക്രൂരിൽ നിന്നും അക്രൂരൻ തിരിച്ചു വന്ന് വിവരങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞു എന്ന് വേണം വിചാരിക്കാനായിട്ട്. അങ്ങനെ ഓരോ ദിക്കിൽ പോകുമ്പോഴും ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തീർക്കുന്നതായ വിധം നമുക്കും ഒരു പാഠമാണ്. വാസ്തവത്തിൽ ജീവിതം ഒരു നാടകമാണ്. നമുക്ക് ചെയ്തു തീർക്കേണ്ടതായി പലതുമുണ്ട്. അതൊക്കെ സമർപ്പണഭാവത്തോടു കൂടി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയും ആനന്ദവും തോന്നും. ജീവിതം ദുർലഭമാണ്, മനുഷ്യജന്മം ദുർലഭമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഏവർക്കും ജീവിതത്തിനെ ധന്യമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.